Find cube root of 994011992. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ എങ്ങനെ ക്യൂബ് റൂട്ട് കാണാം എന്ന് നോക്കാം. ഫസ്റ്റ് 994011992 ഇതിനെ എങ്ങനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് എഴുതാം നോക്കാം. ഇവിടെ 1992 ഇവിടെ ഇങ്ങനെ ഈ നമ്പർ നമുക്ക് 2000 എത്തുന്ന നമ്പറാണ്. അപ്പോൾ ഈ 1992 എന്ന് പറയുന്നത് 2000 നിന്നും 8 കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? 99401 പിന്നെ ബാക്കിയുള്ള 2000 ആണ്. 2000 മൈനസ് 8. അപ്പോൾ 2000 നിന്നും 8 കുറയ്ക്കുമ്പോൾ 1992 കിട്ടുന്നു. ബാക്കി എല്ലാ നമ്പേഴ്സും സെയിം തന്നെയാണ്. ഇതിനെങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, 9940 12,000 മൈനസ് 8 ഈക്വൽ ടു, ഇനി ഇതെങ്ങനെ നമുക്ക് എഴുതാം? 9940 പിന്നെ ഇതത്രയും നമുക്ക് സീറോസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. 1 2 3 4 5. അപ്പോൾ 1 2 3 4 5 പ്ലസ് 12,000. അപ്പോൾ 12,000നെ നമ്മൾ സെപ്പറേറ്റ് എഴുതി, ബാക്കിയെല്ലാം ഇവിടെ സീറോസ് ഇട്ട് കൊടുക്കുന്നു. മൈനസ് 8. ഇനി അടുത്ത സ്റ്റെപ്പ് 994 1 2 3 4 5 6. ഇതിനെ നമുക്ക് 10⁻6 എന്ന് എഴുതി കൊടുക്കാം. പ്ലസ് 12,000നെ എനിക്ക് 12 × 10³ എന്ന് എഴുതി കൊടുക്കാം. മൈനസ് 8. ഓക്കെ, ഇത് നമ്മൾ ക്യൂബ് റൂട്ട് കാണുന്നതുകൊണ്ട് തന്നെ ആണ് എല്ലാം ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ വരുന്നത്. ഈ 994നെ എനിക്ക് 1000 മൈനസ് 6 എന്ന് എഴുതാം. ഇൻറ്റു 10⁻6 പ്ലസ് 12 × 10³ മൈനസ് 8നെ ഇൻ ടേംസ് ഓഫ് ക്യൂബിൽ എഴുതണമെങ്കിൽ 2³ എന്ന് എഴുതി കൊടുക്കാം. ഈക്വൽ ടു, ഇവിടെ എന്താണ്? 1000 × 10⁻6. അപ്പോൾ ഈ 1000നെ എനിക്ക് 10³ എന്ന് എഴുതാം. മൈനസ് 6 × 10⁻6 പ്ലസ് 12 × 10³ അത് ഞാൻ അങ്ങനെ എഴുതി കൊടുക്കുന്നു. മൈനസ് 2³ ഇത് ബ്രാക്കറ്റ് ഞാൻ മാറ്റുന്നു. പുറത്തുള്ള 10⁻6നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 10⁻6ഉം 3യും കൂടി 9 മൈനസ് 6 × 10⁻6 പ്ലസ് 12 × 10³ മൈനസ് 2³ 10⁻9നെ എനിക്ക് 10³ എന്ന് എഴുതാം അല്ലേ? അപ്പം ഇവിടെ എന്ന് പറയുന്നത് m + n, a⁻m+n, ദാറ്റ് ഈസ് 6 + 3 9. ഇവിടെ 3 × 3 9 എന്നെഴുതാം. മൈനസ് 6നെ 3 × 2 എന്ന് എഴുതി. ഇൻറ്റു 10⁻6നെ 10³ എന്ന് എഴുതി. പ്ലസ് 12നെ ഞാൻ 3 × 4 എന്ന് എഴുതി. 3 × 4 12 ഇൻറ്റു 10³ മൈനസ് 2³ ഇപ്പോൾ ഇത് ഏത് ഫോമാറ്റായി? 10³ അതിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഇവിടെ എന്താണ്? 3 × 2 × 10³ അതിനെ ഞാൻ 3 × 10³ ഇൻറ്റു 2 എന്ന് എഴുതി. ഈ 2നെ ഞാൻ എൻഡിൽ എഴുതി. പ്ലസ് 3 × 10³ ഇൻറ്റു 4നെ ഞാൻ 2² എന്ന് എഴുതി. മൈനസ് 2³ അപ്പോൾ ഇപ്പോൾ ഏത് ഫോർമാറ്റായി? ഇവിടെ a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b³ ഈ ഒരു ഫോർമാറ്റായി. ഇതിൻ്റെ ഈ ഐഡൻറ്റിറ്റി എന്താണ്? നമ്മൾ a മൈനസ് b ദി ഹോൾ ക്യൂബ്, അതാണ് ഇതിൻ്റെ ആൻസർ. a മൈനസ് b ദി ഹോൾ ക്യൂബ്, അതായത് a³ മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് b³. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ
എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ക്യൂബും ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം ആണ് അല്ലേ. 2 ക്യൂബ്, അപ്പോൾ ബി എന്ന് പറയുന്നത് 2. ഇവിടെ എ ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂബുണ്ട്, അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. എ മൈനസ് ബി ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എയുടെ വാല്യൂ 10 ക്യൂബ് മൈനസ് ബിയുടെ വാല്യൂ 2. ഇതാണ് നമ്മുടെ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ക്യൂബ് റൂട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വാല്യൂസ് എഴുതാം. 10 ക്യൂബ് എന്ന് പറയുന്നത് 1000 മൈനസ് 2 ദി ഹോൾ ക്യൂബ്. 1000 2 പോകുമ്പോൾ 998 ദി ഹോൾ ക്യൂബ്. നമുക്ക് ക്യൂബ് റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് ഈ തന്നിട്ടുള്ള വലിയ നമ്പർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 998 ദി ഹോൾ ക്യൂബ്. അപ്പോൾ ഇതും പോവും, ഈ റൂട്ട് മാറും. അപ്പോൾ നമ്മുടെ ഈ വലിയ നമ്പറിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 998 ഈക്വൽ ടു 998. 998നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ നമ്പർ കിട്ടുന്നത്.